ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കൂടി കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭാ അംഗമായിരിക്കെ തന്നെ ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ തന്നെയാണ് അദ്ദേഹത്തെ ഏറെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും രാജ്യസഭാംഗമാണ്. രാജ്യസഭയിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹം വരുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇന്നത്തെ രാഷ്ട്രീയ ഘട്ടത്തിൽ പോലും ഏറെ സ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗിൻ്റേത്. അദ്ദേഹം 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് 5 വർഷക്കാലം ധനമന്ത്രിയായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് അദ്ദേഹം ഭാരിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചത്. അതിലൊന്ന്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അതീവ ദയനീയതയിലേക്ക് കൂപ്പുകുത്തിയ ഘട്ടത്തിലായിരുന്നു അദ്ദേഹം ധനമന്ത്രിയായി ചുമതലയേറ്റത്. അദ്ദേഹം ഒരു പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തിയായിരുന്നില്ല. ഒരു ബ്യൂറോക്രാറ്റ് മാത്രമായിരുന്നു. ബ്യൂറോക്രാറ്റ് ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയായി നരസിംഹറാവു പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പലരുടെയും നെറ്റി ചുളുങ്ങിയിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ നയിച്ച ഒരു പശ്ചാത്തലം ഡോക്ടർ മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു. അതേക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിൽ പോലും പൊതുവെ സ്വീകാര്യത ആർജിക്കാൻ കഴിഞ്ഞ ഒരു കാലയളവായിരുന്നു അദ്ദേഹത്തിന്റെ ധനമന്ത്രി പദം. അതിനുശേഷം അവിചാരിതമായി, ഒരുപക്ഷെ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ തന്നെ മാധ്യമ ഉപദേഷ്ടാവായിട്ടുള്ള സഞ്ജയ് ഭാരു എഴുതിയൊരു പുസ്തകത്തിന്റെ പേരാണ് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ. അവിചാരിതമായിട്ടാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം ആരോഹണം ചെയ്തത്. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന്, അല്ലെങ്കിൽ പ്രണബ് മുഖർജി ആകുമെന്നൊക്കെ നനച്ചിരുന്ന വേളയിലാണ് സോണിയാഗാന്ധി 2004 ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി നിർദ്ദേശിച്ചത്. തുടർന്ന് അദ്ദേഹം UPA സർക്കാരിന് അദ്ദേഹം 10 വർഷക്കാലം അദ്ദേഹം നേതൃത്വം നൽകി. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ഒത്തുപോയിക്കൊണ്ട് സോണിയാഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി പദത്തിന്റെ ആ ഒരു പ്രത്യേകതകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ രാജ്യത്തിന് നേതൃത്വം നൽകിയ ഒരു സൗമ്യഭാവമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ വിയോഗം സ്വാഭാവികമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിന് വലിയൊരു നഷ്ടമാണ്. എന്തായാലും അദ്ദേഹം സ്മരിക്കപ്പെടുന്ന ഈ ഒരു വേളയിൽ അദ്ദേഹത്തിന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. തീർച്ചയായും ധനമന്ത്രിയായിരിക്കെ തന്നെ ഇന്ത്യൻ വ്യവസായ മേഖലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത് അന്നും ഇന്നും ഇന്ത്യ ഓർക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയിരുന്നു. എങ്കിൽ പോലും ലോക ചരിത്രത്തില് നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മികച്ചു നിൽക്കുന്ന ഒരു ഏട് എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ള ധനമന്ത്രി പദമായിരിക്കും. അദ്ദേഹം ആരംഭിച്ച നവ ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു. ഒട്ടേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിലൂടെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരുപക്ഷെ പിന്നീട് എഴുതപ്പെട്ട ചരിത്രത്തിലൊക്കെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേര് നല്ല രൂപത്തിൽ പരാമർശിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നും ആ സ്വകാര്യവൽക്കരണത്തിന്റെ ഫലമാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരൊക്കെ പറയുന്ന ഒരു ഘട്ടമാണ്. അദ്ദേഹത്തെ എതിർത്തിരുന്ന പല ആൾക്കാരും, പ്രത്യേകിച്ച് BJP, ഇപ്പോൾ അദ്ദേഹം തുടങ്ങിവെച്ച നയമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ നയത്തെക്കുറിച്ച് പല രൂപത്തിലും ഭാവത്തിലുമുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അനുകൂലിക്കുന്നവരുണ്ടാകാം, എതിർക്കുന്നവരുണ്ടാകാം. പക്ഷേ അദ്ദേഹം തുടങ്ങിവെച്ച നിലപാടുകളും നയങ്ങളും സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല. നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി. സമയം കൈരളി ന്യൂസുമായി പ്രതികരിച്ചു.